ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. ഒരു ക്ലൂ തരാം. സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ ലാലും ശ്വേതാ മേനോനും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ഇല്ലേ, അങ്ങോട്ടേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇപ്പോൾ മനസ്സിലായോ പ്ലേസ്? തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ പ്രശസ്തമായ നേപ്പിയർ മ്യൂസിയമാണിത്. ആർട്ട് മ്യൂസിയം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നോർമലി നമ്മൾ കാണുന്ന മ്യൂസിയങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഈ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം ഇന്ത്യയിൽ തന്നെ വളരെ പഴക്കം ചെന്ന മ്യൂസിയങ്ങളിൽ ഒന്നാണ്. 1855 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1857 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നുകൊടുത്തു. ഒരുപാട് കളക്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ സ്പേസ് ഇല്ലാത്തത് കാരണം ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1874 പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി ഇന്ന് കാണുന്ന കെട്ടിടം ഉണ്ടാക്കി. അത് 1880 പബ്ലിക്കിന് വേണ്ടി തുറന്നുകൊടുത്തു. പുരാതന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അപൂർവ അലങ്കാര പണികളാണ് ഈ കെട്ടിടത്തിന്റെ പ്രത്യേകത. 144 വർഷത്തോളം പഴക്കമുള്ള ഈ മ്യൂസിയത്തിന് ഗോതിക് രീതിയിലുള്ള മേൽക്കൂരകളും ഗോപുരങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. വളരെ അപൂർവ ഇനം വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതാണ് മ്യൂസിയത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. ബുധനാഴ്ച പ്രവർത്തനം 1 മണി മുതൽ 4:30 വരെയാണ്. തിങ്കൾ ഇവിടെ അവധിയാണ്. മ്യൂസിയത്തിനകത്ത് വീഡിയോ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി മാത്രമേ പറ്റൂ. വേലുത്തമ്പി ദളവയുടെ വാൾ, ഒരുപാട് ശില്പങ്ങൾ, പഴയ കാലഘട്ടത്തിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പഴയ കാലഘട്ടത്തിലെ നാണയങ്ങൾ, രഥം, നന്നങ്ങാടികൾ, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് കളക്ഷനുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തിലെ അപൂർവ ഇനം കളക്ഷൻ കണ്ടാലോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.